പ്രിയപ്പെട്ട കുമാരി റീനുവിനെ സ്വസ്വാഗതം. ഹലോ, ആദ്യമേ തന്നെ വരാൻ ലേറ്റ് ആയതിൽ ഒരു വലിയ സോറി. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇറങ്ങിയതാണ്, പക്ഷേ ഷഷ്ടിമൂർത്തി ആവാറായി എൻ്റെ അപ്പനാണ് വണ്ടി ഓടിച്ചത്. 40-ന് മേലേക്ക് ഇപ്പോൾ സ്പീഡ് എടുക്കാറില്ല. ഇനി ഞാനെങ്ങാനും സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലാണ് സീറ്റ് ബെൽറ്റ് വെട്ടിയിരിക്കുന്നത്. എനിക്കത് കാണുമ്പോഴേ എൻ്റെ മൂഡ് പോകും, ഞാൻ വണ്ടി തൊടാറില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. വെരി സോറി ഫോർ ദാറ്റ്. പിന്നെ ഓൾറെഡി അച്ഛൻ ഈ പരിപാടിയുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു ജാമ്യം എടുത്തിരുന്നു. ഞാനൊരു 2-3 വർഷം മുന്നേ തള്ളവൈബായതാണ്. അപ്പോൾ 2K കിഡ്സിനോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചേക്കാം. എന്നാലും ഒന്ന് വന്ന സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സിവിൽ സർവീസിൻ്റെ റാങ്ക് ഹോൾഡിംഗ് പ്രമാണിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജേർണി തന്നെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ എക്സാമിൻ്റെ ഒരു നേച്ചറിനെ കുറിച്ച് പറയാം. എന്താണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്? അപ്പം നിങ്ങൾ പൊതുവേ കേൾക്കുന്ന ഒരു സാധനമാണ്, ഒരുപാട് കുത്തിയിരുന്ന് പഠിച്ച് പുസ്തകപ്പുഴുക്കൾ മാത്രം പാസ്സാവുന്ന ഒരു പരീക്ഷയാണ് ഇതെന്ന് പൊതുവേ എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷേ UPSC ഒരിക്കലും ഒരു ബുക്കിഷ് നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷത്തെ എക്സാമിന് വന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയിരുന്നു: അണ്ണാൻ കൂട് കൂട്ടുന്നത് മരത്തിൻ്റെ മേളിലാണോ മണ്ണിൻ്റെ അടിയിലാണോ? ഇതൊരിക്കലും ഒരു പുസ്തകപ്പുഴുവിനല്ല അറിയുന്നത്. വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചുറ്റും നോക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യം, ഏത് സ്പീഷീസാണ് ഭക്ഷണം കണ്ടുപിടിച്ചിട്ട് ഡാൻസ് കളിച്ച് കൂടുള്ളവരെ അറിയിക്കുന്ന ഒരു ചെറിയ സ്പീഷീസ് ഏതാണെന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ ഇത് രണ്ടും പ്രകൃതിയായിട്ട് ബന്ധമുള്ള, വീടിന് പുറത്തോട്ടൊക്കെ പുസ്തകങ്ങൾക്ക് പുറമേ ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ വലിയ ഭുജിയാണെന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. ഒരു ജനറൽ അവയർനെസ് ഈ എക്സാമിന് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? അക്ഷയ സെൻറ്ററിൽ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ജനറൽ ക്യൂരിയോസിറ്റിയാണ് ശരിക്കും UPSC എക്സാമിനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു മൈ ജേർണി, ഞാൻ കോളേജിൽ പതുക്കെ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു മോഹം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ വെച്ച് ഞാനങ്ങനെ ക്വിസ് കോമ്പറ്റീഷന് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പത്രവും വായിക്കുന്നുണ്ടായിരുന്നില്ല, വലിയ ജനറൽ നോളജും ഉണ്ടായിരുന്നില്ല. കോളേജിൽ ചെന്നിട്ടാണ്, ഞാൻ ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ സിവിൽ സർവീസ് മോഹം പറയും. അപ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഇതിലോട്ടൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ തുറക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ എഡിറ്റോറിയൽ തുറന്നിട്ട് ഫസ്റ്റ് ഡേ ഹിന്ദു ന്യൂസ് പേപ്പർ ആദ്യമായിട്ട് ജീവിതത്തിൽ വായിക്കുന്നത് കോളേജ് ഫസ്റ്റ് ഇയറിലാണ്. ഫസ്റ്റ് ഡേ എഡിറ്റോറിയൽ വായിച്ചു. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെയും വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കോളേജ് ഫേസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഞാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഞാൻ പതുക്കെ ബാക്കി ബുക്കുകൾ, TN ശേഷൻ സാറിൻ്റെ ബുക്ക്, ശശി തരൂറിൻ്റെ ബുക്ക്, അങ്ങനെയൊക്കെ പതുക്കെ കോളേജിലൊരു റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കോളേജ് കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ UPSC പ്രിപ്പറേഷനിലോട്ട് നമ്മൾ ഇറങ്ങുന്നത്. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ്, ഞാൻ മറ്റേ കോളേജിലെ കോവിഡ് ബാച്ചായിരുന്നു, 2020 ബാച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ആ ഫസ്റ്റ് ഇയർ നടന്നില്ല. ഞങ്ങൾ വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോവും, പിന്നെ കുറേ നേരം സംസാരിക്കും, ഫുഡ് കുക്ക് ചെയ്യും. അപ്പോൾ മൊത്തം ഒരു അലമ്പായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ എക്സാം 8 നിലയിൽ പൊട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ബാഗ് പാക്ക് ചെയ്ത് പോകുന്നത്. ആൻഡ് ട്രിവാൻഡ്രത്ത് ചെന്ന് പ്രോപ്പറായിട്ട് റീഡിംഗ് റൂമൊക്കെ എടുത്ത് രാവിലെ തൊട്ട് പഠിക്കാനിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠനമായിരുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആ വർഷം ഉണ്ടായി. ആ വർഷത്തെ പ്രിലിമിനറി എക്സാം പാസ്സായി. നമുക്ക് 3 സ്റ്റേജാണ് സിവിൽ സർവീസ് എക്സാമിന്: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ ആ വർഷത്തെ പ്രിലിമിനറി എക്സാം ഞാൻ പാസ്സായി. അപ്പോൾ ഭയങ്കര ഒടുക്കത്തെ കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് വരും, ഞാൻ പഠിച്ച പരീക്ഷ പാസ്സാവും എന്നുള്ളൊരു അഹങ്കാരമൊക്കെ പതുക്കെ വരാൻ തുടങ്ങി. പിന്നെ ആ വർഷത്തെ മെയിൻസിനും ഭയങ്കര നന്നായിട്ട് എഫേർട്ട് ഇട്ടു. ആൻഡ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ആ വർഷം ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം തോറ്റു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വർഷത്തെ മെയിൻസ് പരാജയപ്പെട്ടു. ഭയങ്കര സങ്കടമായി. പക്ഷെ എന്നാലും നമുക്കൊരു തോൽവി വരുമ്പോൾ ഒരു വാശി വരുമല്ലോ. അപ്പോൾ അടുത്ത വർഷത്തെ എന്തായാലും പാസ്സാവണം എന്നുള്ളൊരു വല്ലാത്ത വാശിയിൽ 3rd അറ്റംപ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു.
ആ സമയത്തൊരു ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ഫേസ് ആയിരുന്നു. രാവിലെ ഒരു 4 മണിക്കൊക്കെ ഞാൻ എണ്ണീറ്റ് രാവിലെ 4:30 തൊട്ട് ഈവനിങ് 7:30 വരെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇൻറ്റൻസ് പ്രിപ്പറേഷൻ, ഭയങ്കര കണ്ടന്റ്, ഭയങ്കര വായന. ആ വർഷം പ്രിലിമിനറി എക്സാമിന് ഹാളിൽ കയറി. 100 ചോദ്യം ഉണ്ടായിരുന്നു. അത്രയും നാൾ പഠിച്ചതിൽ എനിക്കാകെ 10 ചോദ്യം അറിയത്തുള്ളായിരുന്നു. 4:30 തൊട്ട് 7:30 വരെ 6-7 മാസം പഠിച്ചിട്ട് പോയ പരീക്ഷയാണ്. എനിക്ക് 10 ചോദ്യം അറിയത്തുള്ളൂ 100 എണ്ണത്തിൽ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം കറക്കി കുത്തിയാൽ പാസ്സാവുന്ന പരീക്ഷ അല്ലല്ലോ. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആ പേപ്പർ കിട്ടിയ അരമണിക്കൂറിൽ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും ഞാൻ പാസ്സാവാൻ പോകുന്നില്ല എന്ന്. പിന്നെ 2 പേപ്പറും അറ്റംപ്റ്റ് ചെയ്തു. പ്രിലിംസ് തോറ്റു. അപ്പോഴത്തേക്ക് ഇപ്പോൾ 3 വർഷത്തിൻ്റെ ഒരു ബേർഡനും എക്സോഷനും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പരിപാടി നിർത്താമെന്ന് തീരുമാനിച്ചു. എൻ്റെ അമ്മ അത്രയും നാൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയും പെതുക്കെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി. അപ്പൻ അപ്പോഴും പറയുന്നുണ്ട് നീ പഠിക്കുമെന്ന്. പക്ഷെ അമ്മ പെതുക്കെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ പെതുക്കെ എന്നാൽ വേറെ പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി ഒക്കെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ മറ്റേ RBI, നബാർഡ്, സെബി അങ്ങനെയൊക്കെ കുറേ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി സൈഡായിട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ എനിക്ക് അപ്പോഴത്തേക്ക് 24 വയസ്സായിരുന്നു. എല്ലാ മാസവും വീട്ടുകാരുടെയോടാണ് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പെതുക്കെ ഒരു ഉളുപ്പ് വരാൻ തുടങ്ങി. എല്ലാ മാസവും എങ്ങനെയാണ് ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ ഒരു വർഷം പഠിപ്പീരും സങ്കടവും കരച്ചിലും, കാരണം ഇടയ്ക്കിടയ്ക്ക് വരും ഈ പരീക്ഷ 3 വർഷം പൊട്ടിയതിൻ്റെ സങ്കടമൊക്കെ. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ സമയത്താണ് മറ്റേ ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ മറ്റേ ഓവർ കോൺഫിഡൻസിൽ നിന്ന് ഞാനുണ്ടല്ലോ അടിച്ച് താഴെ വീണപ്പം പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. നമ്മുടെ അഹങ്കാരവും ഈഗോ എല്ലാം വീഴുമ്പോഴാണല്ലോ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ആ 3rd അറ്റംപ്റ്റിലെ തോൽവിക്ക് ശേഷം എല്ലാ ദിവസവും രാവിലെ 6:30 ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എഴുതിയ ഒരുപാട് എക്സാംസ് പൊട്ടിയിട്ടുണ്ട്. RBI പൊട്ടി, CDS പൊട്ടി, അങ്ങനെ കുറേ തോൽവികൾ ഞാൻ ആ വർഷം ഏറ്റുവാങ്ങി. 4ാമത്തെ അറ്റംപ്റ്റിലോട്ട് 4ാമത്തെ കൊല്ലം പ്രിലിംസ് എഴുതാൻ കയറുകയാണ്. അപ്പോൾ എനിക്ക് ആറ്റിറ്റ്യൂഡിനൊരൊറ്റ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ പേപ്പർ, ഈ പ്രിലിംസ് ഞാൻ ഫെയിലായാലും എനിക്കൊന്നുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരുന്നു. കാരണം അപ്പോഴായപ്പോഴത്തേക്കും കിട്ടി പഠിച്ചു. ഇനി ഫെയിലിയർ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ടെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പ്രിലിംസ് എക്സാം ഹാളിൽ വളരെ കൂളായിട്ടാണ് ഞാൻ കയറിയത്. ഇത് തോറ്റാലും എനിക്കൊന്നുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ. എന്നിട്ട് ഞാൻ 100 ചോദ്യം ഉള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഞാൻ പെതുക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 55 ചോദ്യം എനിക്കറിയാം. എനിക്ക് തന്നെ ഒരു ഞെട്ടലായിരുന്നു. കഴിഞ്ഞ വർഷം 10 അറിയാവുന്നിടത്ത് ഈ വർഷം എനിക്ക് 55 ചോദ്യം അറിയാം. ഞാൻ പെതുക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് തലയൊക്കെ പൊക്കി ചുറ്റും ഒന്ന് നോക്കി, ഇനി എനിക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ വല്ലതാണോ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ദൈവം അപ്പം അനുഗ്രഹിച്ചു. ആ പ്രിലിംസ് ഹാഫ് ആൻ അവറിൽ എനിക്ക് മനസ്സിലായി ഞാനിത് എന്തായാലും പാസ്സാവും എന്നുള്ളത്. അങ്ങനെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ ആ എക്സാം എഴുതി പ്രിലിമിനറി പാസ്സായി. പിന്നെ മെയിൻസിലോട്ട് എപ്പോഴും പോകുന്ന പോലെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷനിലോട്ട് തന്നെ നമ്മൾ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് കമ്മിങ് ടു ഇൻ്റർവ്യൂ, ഈ ഫേസിലെല്ലാം രാവിലെ 6:30 പള്ളി, പിന്നെ ഭയങ്കര നോമ്പും പ്രാർത്ഥനയും. പിന്നെ ഞാൻ ആരോടും ആ സമയത്ത് വഴക്കുണ്ടാക്കാൻ പോലും പോകത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആരെങ്കിലുമൊക്കെ പ്രാഗോ എന്നുള്ളത്. ആ രീതിയിൽ ഭയങ്കര ദൈവഭക്തി ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ആ സമയത്ത്. എനിക്ക് അതുകൊണ്ടായിരിക്കാം ദൈവം അനുഗ്രഹിച്ച് ഏറെ 81 ആണ് ഈ വർഷം കിട്ടിയത്. ആൻഡ് റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. ആ സമയം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഞാൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഒരു 4 ആഴ്ചയായിട്ട് പള്ളിയിൽ കയറിയിട്ടേ ഇല്ല, സൺഡേ ഒഴിച്ച്. അപ്പം വ്യത്യാസമുണ്ട്. ഇനിയൊന്ന് തിരിച്ച് അതേപോലെ ഒന്ന് റുട്ടീനിലോട്ട് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് കമ്മിങ് ടു നമ്മൾ പള്ളിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സൺഡേ സ്കൂളിൻ്റെയൊക്കെ ഒരു റെലവൻസ് ഞാനിത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു 7ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ സൺഡേ സ്കൂൾ പഠനം നിർത്തിയായിരുന്നു. അവൻ പറഞ്ഞ് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, സ്കൂളിൽ പഠിക്കാനും പറ്റത്തില്ല, വെറുതെ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞാനും സൺഡേ സ്കൂൾ പഠനം നിർത്തുകയാണ്, എനിക്കിനി വയ്യ സമയം കളയാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും കട്ടായം പറഞ്ഞു നീ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതിയെന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പഠിച്ചു. എനിക്ക് 10th മറ്റേ അഖിലമലങ്കരയിൽ സൺഡേ സ്കൂൾ എക്സാമിന് റാങ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആൻഡ് 12th വരെ ഞാൻ സൺഡേ സ്കൂൾ ഫിനിഷ് ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പം എനിക്കൊരു വളരെ സന്തോഷത്തോടു കൂടി ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കുഞ്ഞുനാൾ മുതലേ ഈ സഹപാഠി മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? സഹപാഠി മത്സരം. അപ്പം ഞാൻ പ്രസംഗത്തിനൊക്കെ പണ്ടേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു പ്രശ്നം അത്യാവശ്യം എനിക്ക് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തങ്കവാക്യം കോമ്പറ്റീഷൻ, ഞാൻ എല്ലാ ദിവസവും മറ്റേ പഠിക്കുന്ന ടൈം ടേബിൾ എഴുതിയിട്ട് അടിയിൽ എഴുതി വെക്കുന്ന ഒരു വാക്യമായിരുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളത്. സോ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ധൈര്യം. ഓർത്തഡോക്സ് സഭയും സൺഡേ സ്കൂളും ഒക്കെയാണ് എനിക്ക് ദൈവത്തെ തന്നത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചാണ് ഈ ജേർണി ഞാൻ മുന്നോട്ട് പോയതും ഫൈറ്റ് ചെയ്തതും. ഇനി എൻ്റെ മുന്നിലുള്ളത് ഇതിലും
ക്ലേശകരമായ ഒരു ജേണി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അവിടെയും ദൈവത്തെ തന്നെയാണ് ഞാൻ മുറുകെ പിടിക്കാൻ പോകുന്നത്. പിന്നെ ഈ 3-4 ആഴ്ചയായിട്ട് ഈ എക്സാമൊക്കെ കുറച്ച് ഓവർ ഹൈപ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഈ വിജയം. കാരണം ഇതിൽ നമ്മുടെ പഠിത്തവും കഴിവും മാത്രമല്ല, ഒരു ദൈവാനുഗ്രഹം കൂടിയാണ് ഈ റാങ്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസറായിട്ടുള്ള സഞ്ജീവ് സാന്യാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു, വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്തവരാണ് വർഷങ്ങളോളം UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാ, ഞാനങ്ങനെ വലിയ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസഫ് അലി സാറിനെ പോലെയോ ജെഫ് ബേസോസിനെ പോലെയോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരു വലിയ ഓൺട്രപ്രന്യർ ആവണം എന്നുള്ള സ്വപ്നം ഞാൻ കണ്ടിട്ടില്ല. അല്ലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ പോലെ ലോകം മൊത്തവും എക്സ്പ്ലോർ ചെയ്ത് സ്പേസും എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു വലിയ സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നം, എനിക്ക് പഠിക്കാൻ അറിയായിരുന്നു, ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു, ദൈവം അനുഗ്രഹിച്ചു, പാസ്സായി. അപ്പോൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് വലിയ സ്വപ്നം, വലിയ അച്ചീവ്മെൻ്റ് ഒന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് ഇതിലും വലിയ സ്വപ്നങ്ങൾ, സയൻറ്റിസ്റ്റുകളും ആസ്ട്രോനോട്ടുകളും വലിയ ഓൺട്രപ്രനേഴ്സും ആവാൻ ഉള്ള വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. ആൻഡ് അവിടെ ദൈവത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയിരിക്കും. ഗോഡ് ഫോർ മീ വാസ് എ ഹോപ്പ്. എന്ത് വന്നാലും ദൈവം എന്നെ രക്ഷിക്കുന്നുള്ളൊരു ഹോപ്പായിരുന്നു അത്. സോ ആസ് ലൈക്ക് സൺഡേ സ്കൂളിലും സഹപാഠി മത്സരങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളാണെങ്കിലും വലുതാവുമ്പോഴും ഇപ്പോൾ ഉള്ള ആ ഒരു ദൈവഭയവും സ്നേഹവും ഒക്കെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് മൈ ജേർണി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ആൻസർ. അറിയാൻ വേണ്ടിയാണ് IFS തിരഞ്ഞെടുത്തത്. അത് 2 ചോദ്യങ്ങൾ, ഒന്ന് സ്കൂൾ കാലഘട്ടത്തിലെ കാര്യങ്ങൾ, 2 IFS തിരഞ്ഞെടുക്കാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്കൂൾ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ മോഹം ഉണ്ടായിരുന്നില്ല. മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ 2 തവണ ആലോചിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ലൈഫ് അല്ല സ്റ്റാർട്ട് ചെയ്തത്, കോളേജിൽ ചെന്നിട്ടായിരുന്നു സിവിൽ സർവീസ് മോഹം വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ശരിക്കും ഞാൻ എക്കണോമിക്സ് ആണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആയിരുന്നു ഞാൻ ആദ്യം ആസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കാരണം. പക്ഷെ അന്ന് ഇന്ത്യൻ എക്കണോമിക് സർവീസിനും നമ്മൾ സിവിൽ സർവീസിൻ്റെ തന്നെ പ്രിലിംസ് എഴുതണമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അപ്പോൾ പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റീറൂട്ട് ചെയ്ത് UPSC മെയിൻ എക്സാമിലോട്ട് വരുന്നത്. പിന്നെ ഫോറിൻ സർവീസ് പല രീതിയിൽ അട്രാക്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ IFS എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം മറ്റേ ലോകം മൊത്തം കാണാൻ പറ്റും, IFSകാർ എപ്പോഴും ഫ്ലൈറ്റിൽ കറക്കമായിരിക്കും, അങ്ങനെ ഒരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ ആഗ്രഹം സ്കൂളിൽ തോന്നി. പിന്നെ കോളേജിൽ ചെന്നിട്ട് കൂടുതലായിട്ടും ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഡിപ്ലോമസീനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ റെഗുലർലി ടോക്സ് നടത്തുമായിരുന്നു, IFS ഓഫീസേഴ്സ് വരുന്നുണ്ടായിരുന്നു, ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിലെ എക്സ്പേർട്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടോക്കുകൾ കേൾക്കുകയും പിന്നെ എൻ്റെ യൂട്യൂബ് നോക്കിയാൽ തന്നെ കൂടുതലും IR റിലേറ്റഡ് കണ്ടൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ റിലേഷൻസിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് പൊതുവെ IFS ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ സർവീസുകൾ നോക്കുവാണെങ്കിലും പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഏറ്റവും കുറവുള്ള സർവീസ് ഫോറിൻ സർവീസാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ഇൻ്റർഫറൻസും ഡിസ്ട്രപ്ഷൻസും റിലേറ്റീവ്ലി ലോവർ ആയിട്ടുള്ള ഒരു സർവീസാണ് ഫോറിൻ സർവീസ്. സോ ദിസ് വാസ് ദ മെയിൻ റീസൺ ഞാൻ ഫോറിൻ സർവീസ് തന്നെ ചൂസ് ചെയ്തത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട റിനു, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഞാൻ മുമ്പ് ശുശ്രൂഷ നടത്തിയിരുന്ന ഇടവകയിലെ പ്രിയ മകളാണ് റിനു. ആ നിലയിൽ റിനുവിൻ്റെ പപ്പ ജോയിച്ചാനുമായിട്ടും മമ്മ ആനിമാമയായിട്ടും ബ്രദർ 2 സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞു, ജേക്കബും റിയയും. ഇവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് റിനു ഒരു പൗരോഹിത്യ കുടുംബത്തിൻ്റെ പിന്തലമുറക്കാരിയാണ്. ആ നിലയിലൊക്കെ ദൈവകൃപയുടെ ഒത്തിരി അനുഭവം ഈ മകൾക്കുണ്ടായെന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഇപ്പോഴും ആ ഇടവകയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ ഇൻസ്പയർ ആവാൻ തക്കവണ്ണം റിനുവിൻ്റെ ജീവിതം സഹായിക്കട്ടെ. റിനുവിനോട് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഒരു സൗഹൃദങ്ങളുണ്ടെന്നാൽ അതിനപ്പുറം ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് റിനു പറഞ്ഞു കോളേജിനെ ഞാൻ റിനുവിനെ പരിചയപ്പെടുന്ന കോവിഡ് കാലഘട്ടത്തിൽ. റിനു പറയുന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ശരിക്കും അന്ന് എല്ലാവരും വീട്ടിൽ ഒതുക്കിക്കൂടുന്ന ഒരു കാലഘട്ടമാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടവകയിൽ ഏറെക്കുറെയൊക്കെ ഒതുങ്ങിക്കൂടി, പിന്നെ അല്പം അത്യാവശ്യം എല്ലാവരോടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ നേടുവാനും സൗഹൃദങ്ങളൊക്കെ ബലപ്പെടുത്തുവാനും ശ്രമിച്ചു. ശരിക്കും ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇവിടുന്ന് ഇപ്പോൾ ഫ്രീ ആവാൻ ആഗ്രഹിച്ചാൽ
ഈ പരിവേഷങ്ങളൊന്നും ഇല്ലാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നിടവും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് എന്താണ്? ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഈ വളരെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് പഠിക്കാൻ, എടുക്കാൻ, ചക്കക്കുരു ഇടാനും പച്ചക്കറി ഇടാനും വീടിൻ്റെ അകത്തുള്ള ചുറ്റുവട്ടങ്ങളെക്കുറിച്ച് മനുഷ്യന് ഇത്രത്തോളം ബോധ്യം ഉണ്ടായ കാലഘട്ടം അതാ. അപ്പം നമ്മൾ ഈ പരിവേഷങ്ങളൊന്നും ഇല്ലാതെ പുറത്തോട്ട് വന്നു. ഞാൻ പേഴ്സണലായി ചോദ്യം, അപ്പോൾ അത്തരത്തിൽ എന്താണ് റിനു ഈ നിമിഷം ആഗ്രഹിക്കുന്നതാണ്? പുസ്തകം വായിക്കാനാണോ, യാത്ര ചെയ്യാനാണോ? ഈ തിരക്കുകൾ ഇപ്പോഴാണ് റിനുവിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒട്ടും ശ്രദ്ധിക്കാത്ത കാലഘട്ടത്തിൽ റിനു കാര്യങ്ങളൊക്കെ വളരെ എൻജോയ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പരിവേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ എവിടേക്ക് പോകാനാണ് ഏറെ ആഗ്രഹം? രണ്ടാമത്തെ ചോദ്യം, മമ്മി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മമ്മിയുടെ മമ്മ എനിക്കറിയാം, പപ്പ, അച്ഛൻ പി ജോൺ അച്ഛൻ, ഇവരൊക്കെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ ഒരു ഫിസിക്കലി പറഞ്ഞാലും സൈക്കോളജി പറഞ്ഞാലും ഒരു പെൺകുട്ടിക്ക് ഏറെ അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവളുടെ അപ്പനോടാണ്. അമ്മയേക്കാൾ കൂടുതൽ പെൺകുഞ്ഞുങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പനോടാണ്. ആൺപിള്ളേർക്ക് നേരെ തിരിച്ചാണ്, അപ്പനേക്കാൾ ഏറെ അവർ ഡിപ്പെൻഡബിൾ അമ്മയോടാണ്. എൻ്റെ ചോദ്യം ഈ കൂട്ടത്തിൽ ചോദിച്ചാനുണ്ട്, എന്നാലും ഇതിൽ ആരോടായിരിക്കും വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ റിനുവിന് സ്നേഹവും ആത്മബന്ധവും ഉണ്ടാവുക? ഇവർ രണ്ടുപേരിൽ ഒരാൾ തളർത്തിയിട്ടില്ല. ചോദിച്ചാൽ ഒരിക്കലും തളർത്തതില്ല, കാരണം ഒത്തിരി പരാജയ അനുഭവങ്ങളുടെ ജീവിതത്തിൽ മുന്നേറി വന്ന മനുഷ്യനാണ് ചോദിച്ചത്. അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോയി. പക്ഷെ അവിടെയൊക്കെ ചില പരാജയങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ മറികടന്ന് കൂടുതൽ ആവേശത്തോടെ നമുക്കിങ്ങനെ ഈ പ്രതിരോധത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൻസ്പയറിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചാൽ. അനിയമ്മ ഇങ്ങ് തെക്ക് തൊട്ട് വടക്ക് വരെ ബാങ്കുകളിൽ പലയിടങ്ങളിലും തോക്കാതെ ഓടി കിടക്കുക. ഇപ്പോഴാണ് തോന്നുന്നു ഇങ്ങോട്ട് വന്നത്. ജേക്കബ് ആയാലും അങ്ങനെ തന്നെ. ജേക്കബ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ്റെ പേഴ്സണൽ ഇൻസിഡൻ്റൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അവരും അങ്ങനെ തന്നെയാണ്. ഈ കൂട്ടത്തിൽ വീട്ടിനകത്ത് നിങ്ങൾ 5 പേരുണ്ട്. ഈ 5 പേരിൽ പുറത്തില്ലാതെ അകത്ത് ഇവർ ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിൽ വെക്കുകയാണ്, ഈ 5 പേരിൽ ആരാണ് ശരിക്കും ഇങ്ങനെ ആവണം? ചിലപ്പോൾ ആങ്ങളമാർ പറയത്തില്ലയോ, നീ ആകടി. ഈ കൂട്ടത്തിൽ 5 പേരിൽ ആരാണ് പേഴ്സണലി റിനുവിനെ കൂടുതൽ ബലപ്പെടുത്തിയിട്ടുള്ളത്? ഏറ്റവും അവസാനത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് IFS എന്നുള്ള സ്വപ്നം വന്നത്? അപ്പോൾ അത് പറഞ്ഞു, ഇത് ക്ലാസ് എടുക്കാനാണ്. അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ പേഴ്സണലി എനിക്കറിയാം, ഈ കൂട്ടത്തിൽ സിവിൽ സർവീസിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നേ ഉള്ളൂ. ഇപ്പോൾ റിനു പക്ഷേ പരീക്ഷ എഴുതിയപ്പോഴും മനസ്സിന് IFS എന്ന സ്വപ്നം കൊണ്ടാണ് എഴുതി തുടങ്ങുന്നത്. ഞങ്ങൾക്കതില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏതെടുക്കുന്നതാണ് നല്ലത്, എന്തുകൊണ്ടാണ്? ഇപ്പം റിനു IFS എടുത്തതിനൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ എടുക്കുന്നതിനും എന്താണ് നല്ലത്, അതിന് എന്ത് പ്രയാസം ഉണ്ടാവും, എങ്ങനെ അതിനെ പ്രതിരോധിക്കണം, ഇത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ സഹായകരമായിരിക്കും. അച്ഛൻ്റെ 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, തിരക്കെല്ലാം ഒഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മുറിയിൽ അടച്ചിട്ട് CID മൂസേ സിനിമ പ്ലേ ചെയ്ത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്കിപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം എനിക്കായിട്ടൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ പത്തനാപുരത്തോട്ട് ഡ്രൈവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇവൻ്റ് ആയിരിക്കും. അപ്പം നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സിനിമയും കണ്ട് കുറച്ച് നേരം 2-3 മണിക്കൂർ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ എനിക്കൊരു സമയം കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ ട്രിപ്പ് പോകുന്നതും എനിക്കിഷ്ടമാണ്. പക്ഷെ അതിലുപരി ഇപ്പം ഞാൻ വെയിറ്റേജ് കൊടുക്കുന്നത് എൻ്റെ മീ ടൈമിനായിരിക്കും. ഒറ്റയ്ക്ക് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിരിക്കണമെന്നുള്ളതായിരിക്കും എൻ്റെ ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, വീട്ടിലെ 5 പേരിൽ എല്ലാവരും ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓരോരുത്തരും പല രീതിയിലായിരുന്നു ഇൻസ്പയർ ചെയ്തത്. ഇപ്പോൾ അപ്പയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ 3rd അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പഠിപ്പിക്കാൻ കയറുന്നുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. അപ്പം ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അപ്പം പറയും, നീ ഇങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് നടന്നോ, ഭാവിയൊന്നും നോക്കണ്ട. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ വാശി വരുമല്ലോ. അപ്പോൾ അതൊരു വലിയ ഇൻസ്പിറേഷനും വാശിയായിരുന്നു. ഞാൻ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അമ്മ കുറേ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി, അമ്മ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്നേ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയ ആളാണ്. അപ്പോൾ അമ്മ കുറച്ചും കൂടെ മറ്റേ ഇമോഷണൽ സൈഡായിരിക്കും പറയുന്നത്, സാരമില്ല, ഇതൊക്കെ ഇങ്ങനെയാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, നിനക്ക് പാസ്സാവും. അപ്പോൾ ആ ഒരു സപ്പോർട്ടായിരുന്നു അമ്മ തന്നുകൊണ്ടിരുന്നത്. പിന്നെ റിച്ചു എന്ന് പറഞ്ഞാൽ, റിച്ചു റിയായും വരുമ്പോഴത്തേക്കും ഒരു ഒരു എൻജോയ്മെൻറ്റ് മോഡിലായിരിക്കും ഞാൻ പോകുന്നത്. കാരണം നമ്മുടെ സിബ്ലിങ്സ് ആണല്ലോ, ഫുള്ള് ചളിയും അലമ്പും ബഹളവും. അപ്പോൾ ഒരു റിയൽ വേൾഡിൽ നിന്ന് ഒരു എസ്കേപ്പിസം ആയിരുന്നു അവരെനിക്ക് രണ്ടുപേരും ഉണ്ടായിരുന്നത്. സോ ഞങ്ങളെല്ലാവരും 4 പേരും ഒരേപോലെ ഇൻസ്പിറേഷൻ ആയിരുന്നു, ഒരേപോലെ
ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ആൻഡ് അതിൽ ഒരാൾക്ക് കുറച്ച് വെയിറ്റേജ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്കായിരിക്കും കൊടുക്കുന്നത്. കാരണം എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അമ്മയെ വിളിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സോ അപ്പ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കൂടുതൽ വെയിറ്റേജ് ചിലപ്പോൾ അമ്മയ്ക്ക് കൊടുത്തെന്നിരിക്കും. ആൻഡ് ഇനി തിരിച്ച് വണ്ടിയിൽ കയറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എന്നാലും എനിവേ. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, സിവിൽ സർവീസിലോട്ട് പോകുമ്പം എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ പൊതുവെ IAS ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചവർ അവരുടെ എല്ലാം ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് ആയിരുന്നു അവരുടെ എല്ലാം ഉള്ളിലുള്ളത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, നമ്മൾ കോളേജിൽ ട്രൈബ്സിനെ കുറിച്ച് കുറേ പഠിക്കും, പോവേർട്ടിനെ കുറിച്ച് കുറേ പഠിക്കും, പക്ഷേ ഇതെല്ലാം ചുമ്മാ തിയറിയിൽ പഠിക്കാതെ ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനൊരു ഉൾവിളി ഉള്ളവർ മാത്രം സിവിൽ സർവീസ് എക്സാം എഴുതാൻ ശ്രമിക്കുക. കാരണം നമ്മളെ കൊണ്ട് നമുക്കിപ്പം ഈ സിവിൽ സർവീസിൽ കയറി കഴിഞ്ഞ് ഇപ്പോൾ IAS ആയി എന്ന് വിചാരിക്കുക, ഈ സിസ്റ്റം മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഈ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്, കറപ്ഷനുണ്ട്, എല്ലാം ഉണ്ട്. അത് മൊത്തത്തിൽ മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ കപ്പാസിറ്റിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു 1% ചേഞ്ച് വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, ആസ് എ കളക്ടർ ഓർ ആസ് എൻ IPS ഓഫീസർ ഓർ ആസ് എൻ IFS ഓഫീസർ. അപ്പോൾ ആ ഒരു 1% ചേഞ്ച് ഇൻ സമ്മൺ എൽസസ് ലൈഫ് വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി റൈറ്റ് ദിസ് എക്സാം. ഒരു വലിയ റെവല്യൂഷണറി ചേഞ്ച് അല്ല, ചെറിയ ചെറിയ ചേഞ്ചുകൾ. ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പാവപ്പെട്ടവൻ ഒരു ഫയലിൻ്റെ ഒപ്പായിരിക്കും അവൻ്റെ വീട് പണി കഴിയുമായിരിക്കും. ആ ഒരു ഒപ്പിട്ട് കൊടുത്ത് അവൻ്റെ ലൈഫിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ജോയിൻ ദ സിവിൽ സർവീസ്. സോ ദാറ്റ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് സേ അബൌട്ട് പീപ്പിൾ ആസ്പയറിംഗ് ടു കം ടു സർവീസ്. കാരണം ഇതിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പവറിന് വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട്, മണിക്ക് വേണ്ടി വരുന്നതൊക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ, മണി ആൻഡ് ഫെയിം ഇത് മൂന്നും ടെമ്പററി ആണ്. കാരണം ഇന്ന് പൊക്കിയെടുക്കുന്നവർ നാളെ വേണേൽ വലിച്ച് താഴെ ഇടാം. ഇന്നത്തെ സമ്പന്നർ നാളത്തെ ദരിദ്രരായേക്കാം. സോ ഇതെല്ലാം ടെമ്പററി ആണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മോട്ടീവ് ഉണ്ടല്ലോ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടീവ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പെർമനൻറ്റ്. ആ മോട്ടീവ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ സിവിൽ സർവീസ് ആൻഡ് റൈറ്റ് ദിസ് എക്സാം. അപ്പോൾ ദാറ്റ് ഈസ് answer to the 3 questions.